ഇന്നൊരു ഡ്രൈ ഫിഷ് പിക്കിൾഡ് റെസിപ്പി ആയാലോ? അത്രയ്ക്കങ്ങ് വേണോ ഒരു ഉണക്ക മീൻ അച്ചാർ? ഇവിടെ അച്ചാർ വെക്കാൻ നമ്മൾ എടുത്തിരിക്കുന്ന മീൻ ഈ ഉണക്ക തെരണ്ടിയില്ലേ, ആ മീനാണ് കേട്ടോ. അത് കുറച്ച് നേരം വെള്ളത്തിനകത്തിട്ടൊന്ന് കുതിർത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പുരട്ടി വറുത്തെടുക്കുക കേട്ടോ ചെയ്യുന്ന. എണ്ണയ്ക്കകത്ത് കുറച്ച് നേരം വെക്കണം കേട്ടോ. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പുരട്ടി കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ കുറേശ്ശെ വറുത്ത് കോരി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. വറുത്തിട്ടാണ് നമ്മൾ അച്ചാർ വെക്കുന്നത്. ഇതുപോലെ എല്ലാം വറുത്ത് കോരിയെടുത്തു. എന്നിട്ട് നമ്മൾ ആ എണ്ണ ബാലൻസ് എണ്ണ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് ആ ചീനിച്ചട്ടി ഒന്നുകൂടെ കഴുകിയിട്ട് വേറെ എണ്ണ ഒഴിച്ചിട്ട് കടുക് വറുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന് കടുകെല്ലാം കൂടെ. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും വറ്റൽമുളകും കറിവേപ്പിലും എല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ വഴറ്റിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ നല്ലോണം വഴറ്റിയെടുത്തിട്ട് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, ഒരു നിറം കിട്ടാൻ എരിവിന് വേണ്ടിയിട്ട് അല്ലാത്ത പിരിയൻ മുളക് പൊടിയില്ലേ, അതും ചേർക്കണം കേട്ടോ. ഇതെല്ലാം ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമ്മൾ മീൻ വറുത്ത എണ്ണ ബാലൻസ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം തിളച്ച വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് കായപ്പൊടിയും ഉലുവാപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന മീനില്ലേ, അതും കൂടെ ചേർത്ത് ആവശ്യത്തിന് വിനാഗിരിയും കൂടെ ഒഴിച്ച് നല്ലോണം തിളപ്പിക്കണം. മീൻ വറുത്തെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത്. നീ ആ മീൻ ഇതിനകത്ത് കിടന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ ഒരു 3-4 തള തിളച്ചിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെച്ചാൽ മതി. തണുക്കുന്നതിനനുസരിച്ച് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. എക്സ്ട്രാ ഈ അച്ചാറിനകത്ത് ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു നുള്ള് പഞ്ചസാര കേട്ടോ. ആ പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റ് കിട്ടും. വേണ്ടുന്നവർക്ക് നമുക്ക് ഇടാം, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ അച്ചാർ ഇതാ തണുത്തെല്ലാം കുറുകി നമ്മളെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഇതാട്ടോ നമ്മുടെ അച്ചാർ. നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.